ഹായ് ഡിയേഴ്സ്, കഴിഞ്ഞ വീഡിയോയിൽ 400 രൂപയുടെ ഒരു കോംബോ ഓഫറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതായത് ഫ്ലവറിങ് പ്ലാന്റ്സ് മാത്രം വരുന്ന ഒരു കോംബോ ഓഫർ. അപ്പോൾ ആ ഒരു ഓഫറിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് കുറേ പേര് വന്നിട്ട് വാട്സപ്പിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാന്റ് സൈസ് ഒന്നും കൂടി കാണിച്ചു തരുമോ എന്നുള്ളത്. കാരണം ഞാൻ കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസാണ്. അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും പ്ലാന്റ്സിൻ്റെ കറക്റ്റായിട്ടുള്ള സൈസ് എത്രയാണെന്നുള്ളത്. ഈ ഒരു കോംബോ ഓഫറിൽ 25ഓളം പ്ലാന്റ്സ് വരുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള 5 എണ്ണം സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. 400 രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത്. നമ്മൾ കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് എല്ലാം അയക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പാഴ്സലും അയക്കുമ്പോൾ ഒരു കൊറിയർ ചാർജ് അവർക്ക് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ചാർജ് ഉൾപ്പെടെയാണ് നമ്മൾ 400 രൂപ റേറ്റ് പറയുന്നത് കേട്ടോ. നമ്മൾ കാറ്റലോഗിൽ കോംബോ ഓഫറിൽ മാത്രം നിങ്ങൾക്ക് ഫ്ലവേഴ്സ് കണ്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്ലവേഴ്സിൻ്റെ ഇമേജ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ ഓരോ പ്ലാന്റ്സും ഇപ്പോൾ ക്രീപ്പറിൻ്റെ സെക്ഷനിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ക്രീപ്പർ പ്ലാന്റ്സ് ഓരോന്നും കാണാൻ പറ്റും. ഓരോന്നിൻ്റെയും സൈസൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ റേറ്റ് സിംഗിളായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ അവിടെ വന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കാൻ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ മെയിനായിട്ടും ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ പ്ലാന്റ്സിൻ്റെ സൈസ് കാണാം. ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസ് ഞാൻ ഓരോ പ്ലാന്റ്സും കഴിയുന്ന ആ ഒരു ഗ്യാപ്പിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ 25 പ്ലാന്റിൽ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ പ്ലാന്റ്സും നമ്മൾ കാണിക്കുമ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അതുപോലെ തന്നെ ഏകദേശം സൈസൊക്കെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട്, അതായത് 3 ദിവസം 3 കളറിൽ ഫ്ലവർ കാണാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഒരേ ഫ്ലവറിൽ 3 കളേഴ്സ് കാണാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് യെസ്റ്റർഡേ ടുഡേ ടുമോറോ. അപ്പോൾ ഇതിൻ്റെ നോർമൽ ലീഫ് വരുന്ന ഒരു വെറൈറ്റിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്ലാന്റിൻ്റെ സൈസ് കണ്ടല്ലോ അല്ലേ? ഈ ഒരു സൈസ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിനെ കഴിഞ്ഞും ഒരുപാട് വലിപ്പമൊന്നും ഉണ്ടാവില്ല. ഒരേ പൂര് തന്നെയാണ് കേട്ടോ. ഓരോ ദിവസം ഈ ഷെയ്ഡ് മാറി മാറി വരുന്നത്. നല്ലൊരു പർപ്പിൾ ഷെയ്ഡ്, ലൈറ്റ് റോസ് ഷെയ്ഡ്, വൈറ്റ് ഷെയ്ഡ്, ഈ 3 കൂടെ മിക്സ് ആയിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ തന്നെ വെരിഗേറ്റഡ് വെറൈറ്റി ഉണ്ട്. അത് നമ്മുടെ കോംബോ ഓഫറിലുള്ളതല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിളായിട്ട് വാങ്ങാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. 150 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത്. നോർമൽ വെറൈറ്റി യെസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റിൽ നിന്ന് ഈ ഒരു പ്ലാന്റിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ ഇലയുടെ ഭംഗി കൂടിയാണ് കേട്ടോ. അപ്പോൾ ലീഫിൽ 2 കളറ്, ഫ്ലവറിൽ 3 കളറ് ഒക്കെ കൂടി ആകുമ്പോൾ നല്ല ഭംഗിയാണ് പ്ലാന്റ് മൊത്തത്തിൽ കാണാൻ. ഫ്ലവേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 കളറിൽ 3 ദിവസവും നമുക്ക് കാണാം. ഇനി അടുത്തൊരു പ്ലാന്റാണ് ബ്രൈഡൽ ബൊക്കെ. ബ്രൈഡൽ ബൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. നല്ല വൈറ്റ് കളറിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റാണ്. അപ്പോൾ ബ്രൈഡൽ ബൊക്കയുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഈ കോംബോയിൽ നമ്മൾ ക്രീപ്പർ പ്ലാന്റ്സും അല്ലാത്ത പ്ലാന്റ്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് ബ്രൈഡൽ ബൊക്കെ. ഇതിൻ്റെ തന്നെ യെല്ലോ കളറും ഉണ്ട് കേട്ടോ. പണ്ട് മുതലേ നമ്മുടെ വീടുകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ചെടിയായിട്ട് നല്ല സാമ്യം തോന്നും ഇതിൻ്റെ പൂക്കൾക്ക്. അതായത് നല്ലൊരു നാടൻ ചെടി ഉണ്ടായിരുന്നു, പൂച്ചയുടെ വാല് പോലെ നീണ്ട പൂക്കളൊക്കെ ആയിട്ടുള്ള ഒരു പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് റെഡ് ക്യാറ്റ്സ് ടെയിൽ എന്നാണ്. ക്യാറ്റ്സ് ടെയിൽ പോലെ തന്നെ നല്ല റെഡ് കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റാണ്. പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും വാങ്ങിയപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സാണ്. ഇതാ ഇതുപോലെ ഹാങ്ങിങ് പോട്ടിൽ നമുക്ക് വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അടുത്തത് ഗാർലിക് വൈനാണ്. അധികം കെയറിങ് ഒന്നും കൊടുക്കാതെ നമുക്ക് വളർത്തി പടർത്തി പൂക്കളൊക്കെ ഇട്ട് കാണാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഗാർലിക് വൈൻ. ഇതിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ കയ്യിലെടുത്ത് പിച്ചി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെളുത്തുള്ളിയുടെ സ്മെല്ലാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റിന് ഗാർലിക് വൈൻ എന്ന് പേര് വരുന്നത്. ഇലകൾക്ക് നല്ലൊരു പച്ച കളറും ഫ്ലവേഴ്സിന് നല്ല പർപ്പിളും വയലറ്റും ഒക്കെ മിക്സ് ആയിട്ടുള്ള കളറും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് ഇതിനകത്ത് പൂക്കളുണ്ടായി തുടങ്ങി കഴിയുമ്പോഴേക്കും നിങ്ങളുടെ പ്ലാന്റ് നിറയുന്നതായിരിക്കും കേട്ടോ. പെട്രിയ കാണാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? നമ്മുടെ അടുത്ത പ്ലാന്റ് പെട്രിയ പ്ലാന്റ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവറിങ് ക്രീപ്പറാണ് പെട്രിയ. ഒരുപാട് പൂക്കളുണ്ടാവും. നമുക്ക് നല്ലൊരു ഭാഗമൊക്കെ കവർ ചെയ്ത് നിറയെ ഫ്ലവേഴ്സൊക്കെ ഇട്ട് കാണാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായി വരും. കുറച്ച് സമയം എടുക്കും കേട്ടോ ഫ്ലവേഴ്സ് ഉണ്ടായി വരാൻ. അടുത്തത് നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഫ്ലവറിന് നല്ല സ്മെല്ലും ഉണ്ടാവും. വേറെ ഒന്നുമല്ല,
പവിഴമല്ലി അല്ലെങ്കിൽ പവിഴമുല്ല എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതുപോലെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത്. രാത്രി മാത്രമേ ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടായി പ്ലാന്റിൽ നിൽക്കുന്നത് കാണാൻ പറ്റുള്ളൂ. രാവിലെ ആകുമ്പോഴേക്കും ഇതുപോലെ പൊഴിഞ്ഞ് തറയിലൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. ഈ പ്ലാന്റ് വളർത്തുന്നവർ പവിഴമല്ലിയുടെ ചുവടുഭാഗത്ത് കുറച്ച് പച്ചപ്പുല്ലൊക്കെ നട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഫ്ലവേഴ്സ് താഴെ വീണ് കിടക്കുന്നതാണ്. നല്ല ഭംഗിയാണ്, നല്ല സ്മെല്ലുള്ള ഫ്ലവേഴ്സുമാണ്. അടുത്തത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ അല്ലെങ്കിൽ ഊട്ടി ഡേസി എന്ന് പറയുന്ന പ്ലാന്റാണ്. അതിൻ്റെ ഫ്ലവേഴ്സ് പൊഴിഞ്ഞു പോയി കഴിയുമ്പം ഇതുപോലെ അപ്പൂപ്പൻ താടി പോലത്തെ ഒരു സംഭവം ഉണ്ടാവും കേട്ടോ. ആ ഒരു പ്ലാന്റിൻ്റെ സൈസ് കാണുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. നല്ല ഓറഞ്ച് കളറിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയാണ്. നല്ല സൺലൈറ്റിൽ വേണം പ്ലാന്റ് നടാൻ. അതുപോലെ തന്നെ ഓറഞ്ച് കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഓറഞ്ച് ട്രംപറ്റ് വൈൻ അല്ലെങ്കിൽ ഓടുമുല്ല എന്നറിയപ്പെടുന്ന ഈ ഒരു ചെടി. ഇതുപോലെ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവും. ഫ്ലവേഴ്സ് ഇങ്ങനെ പൊട്ടി വിരിഞ്ഞ് വരില്ല കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റാണ്. അടുത്തത് ഹൈഡ്രാഞ്ചിയ പ്ലാന്റാണ്. ഹൈഡ്രാഞ്ചിയയുടെ ഈ ഒരു മജന്ത ഷെയ്ഡ് വരുന്ന പ്ലാന്റാണ് കേട്ടോ ഇപ്പോൾ കോംബോയിൽ നമ്മൾ കൊടുക്കുന്നത്. അടുത്തത് കോഞ്ചിയ പ്ലാന്റാണ്. ഇപ്പോൾ കോഞ്ചിയയിലൊക്കെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുകയാണ് കേട്ടോ. ഇതുപോലെയാണ് നമ്മുടെ കോഞ്ചിയ പ്ലാന്റ് ഫ്ലവേഴ്സ് ഉണ്ടായി കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. കുറേ പേര് ചോദിക്കാറുണ്ട് പെട്രിയ പോലെ തന്നെ ഭംഗിയുള്ള പ്ലാന്റ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടായി കഴിയുമ്പോൾ ഇതുപോലെ പൂങ്കുലകൾ ഉണ്ടായി കഴിയുമ്പം എന്തൊരു ഭംഗിയല്ലേ കാണാൻ. നല്ലൊരു കളറാണ്, നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിന് വരുന്നത്. ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ക്ലിയോഡെൻഡ്രൺ അല്ലെങ്കിൽ വെള്ളക്കൊന്ന, മണിക്കൊന്ന എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണ്. നല്ല ഭംഗിയായിട്ട് ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോഴേ ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റാണ് കേട്ടോ. അടുത്തത് ഫ്രേസർ ഐസ്ലൻഡ് ക്രീപ്പർ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഉണ്ടായി അല്ലെങ്കിൽ ബഡ്സ് ഉണ്ടായി തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ബഡ്സ് ഉണ്ടാവും. ഇതിൻ്റെ മെച്ചുറായിട്ടുള്ള സ്റ്റെമ്മിലാണ് ബഡ്സ് ഉണ്ടാകുന്നത്. സാധാരണ പ്ലാന്റ് കാണുന്നത് പോലെ തുമ്പിൽ അല്ലെങ്കിൽ കിളുന്തായിട്ടുള്ള തണ്ടുകളിൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പൂ വിരിയുന്നതിന് മുമ്പ് ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടായി നിൽക്കുക. അത് വിടർന്ന് വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു വൈറ്റ് ഷെയ്ഡ് ഇതുപോലെ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റാണ്. അടുത്തത് ടെക്കോമ പോലെ തന്നെ ഒരു ക്രീപ്പർ പ്ലാന്റ് അല്ലെങ്കിൽ ടെക്കോമയുടെ ക്രീപ്പർ പ്ലാന്റ്, ബോവർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു സുന്ദരി പ്ലാന്റാണ്. അപ്പോൾ ഇതുപോലെയാണ് ബോവർ പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുക. ക്രീപ്പറാണ് കേട്ടോ. പക്ഷേ നമ്മുടെ പ്ലാന്റ് മെച്ചുറായി വരുമ്പോഴേക്കും സ്റ്റെമ്മൊക്കെ നല്ല കട്ടിയായി വരും. ഇനി അടുത്തത് ബ്ലൂ ഡേയ്സ് ആണ്. കുറച്ച് സെൻസിറ്റീവാണ്. പക്ഷെ ഒന്ന് പിടിച്ച് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം പോകത്തേ ഇല്ല കേട്ടോ. നല്ല ഭംഗിയായിട്ട് നല്ല സൺലൈറ്റിലിരുന്ന് വളരുന്ന ഒരു ചെടിയാണ്. നമുക്ക് ഹാങ്ങിങ് പോട്ടിലും വേണമെങ്കിൽ വെക്കാം. ഇനി കോംബോയിലില്ലാത്തതും ഈ ആഴ്ച നമുക്ക് സെയിലിനുള്ളതുമായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീഡിയോസിലൊക്കെ കാണിച്ചതാണ്. ഇത് സൈക്ലാമൻ പ്ലാന്റ് ആണ്. സൈക്ലാമൻ്റെ 4 വെറൈറ്റീസ് നമുക്കിപ്പോഴും സെയിലിനുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് അബൂട്ടിലയുടെ 2 പുതിയ വെറൈറ്റീസാണ്. നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റീസാണ് കേട്ടോ. നല്ലൊരു റോസ് പിന്നെ ഒരു യെല്ലോയിഷ് വൈറ്റ് ഷെയ്ഡാണ് ഈ ഒരു ഫ്ലവറിന് വരുന്നത്. 100 രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. അടുത്തത് നമുക്ക് 200 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കോംബോ ഓഫറാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഗോൾഡ് ഫിഷിൻ്റെ 2 വെറൈറ്റീസാണ്. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ടൈപ്പേ ഉണ്ടാവുള്ളൂ. ശരിക്കും ഇതിൻ്റെ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഒന്ന് ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ലൈൻസ് വരുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റാണ്. 100 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബുഷായിട്ടുള്ള പ്ലാന്റാണ് ഡിസംബർ ലേഡി. ഡിസംബറോട് അടുപ്പിച്ചുള്ള മാസങ്ങളിൽ ഇതുപോലെ വൈറ്റ് ഷെയ്ഡിൽ ഈ ഒരു പ്ലാന്റ് നമുക്ക് കാണാം കേട്ടോ. ഇനി അടുത്തത് ഡാലിയ പ്ലാന്റ്സ് ആണ്. ഡാലിയയുടെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ്. ഒത്തിരി ഹൈറ്റ് വെച്ചതല്ല, ഒത്തിരി ഹൈറ്റ് വെച്ച് നമുക്ക് അയക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റാണ്. നല്ല റൈസോമോട് കൂടിയിട്ടുള്ള പ്ലാന്റാണ്. ഡാലിയയുടെ 3 വെറൈറ്റിക്ക് 300 രൂപയാണ് റേറ്റ് വരുന്നത്. കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൈസാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അടുത്തതും നമുക്ക് 100 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഡിസംബർ ലേഡിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ലോറോപെറ്റാലം. നല്ല ഭംഗിയായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ലോറോപെറ്റാലം. ഇതിൻ്റെ ഫ്ലവേഴ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. ഇതുപോലെ കൊലകുത്തി പൂക്കളുണ്ടാവുന്നതും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇലയോടും അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ സ്ട്രക്ചറോടും കളറോടും ഒക്കെ കൂടിയിട്ടുള്ള ഒരു പ്ലാന്റാണ് ലോറോപെറ്റാലം എന്ന് പറയുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാന്റ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് ഓർഡർ ചെയ്യാവുന്നതാണ്.
DTDC കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് അയച്ചു തരുന്നത്. ഈ വീക്കിൽ ഓർഡർ വരുന്നത് നമ്മൾ അടുത്ത വീക്കിലേക്കാണ് അയക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ പ്ലാന്റ്സിൻ്റെ വീഡിയോസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.